ഹലോ ഫ്രണ്ട്സ്, മീ ബ്ലോഗ്സ് ബൈ സോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ തലയിലുണ്ടാകുന്ന അകാല നരയായാലും ശരി തന്നെ, അല്ലാത്ത നരയായാലും നമ്മുടെ തലയിൽ എവിടെ ഒരു വെള്ള മുടി നിന്നാൽ അതിനെ കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ, ജലദോഷമുള്ളവർ, അലർജിയുടെ പ്രശ്നങ്ങളുള്ളവർ, അങ്ങനെയുള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത്. കാരണം ഇത് 3 മണിക്കൂറോളം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടേ നമുക്കിത് കഴുകിക്കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈർപ്പം കാരണം നമ്മുടെ തലയിൽ ഈ ഈർപ്പം അടിക്കുന്നത് കാരണം പെട്ടെന്ന് ജലദോഷം, അലർജിയൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ഉപയോഗിക്കരുതെന്ന് പറയണേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തേക്കാം. നമുക്ക് ഇതിന് പ്രത്യേകം വേണ്ടതെന്ന് വെച്ചാൽ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പ് ചട്ടിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട. ആ ചട്ടിയിൽ മാത്രമേ നമുക്ക് ഇരുമ്പിൻ്റെ ഒരു സത്ത് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ 13 മണിക്കൂറോളം ഈ പേക്ക് റെഡിയാക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലുള്ള ഇരുമ്പൂറലൊക്കെ നമുക്ക് ഈ പേക്കുമായിട്ട് ചേർന്ന് ആ ഒരു ഇതും കൂടി കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് ഇതിന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇരുമ്പ് ചട്ടി എടുക്കാൻ പറയുന്നത്. ആ ഇരുമ്പ് ചട്ടി എടുത്തതിന് ശേഷം മൈലാഞ്ചി പൗഡർ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇല കിട്ടുകയാണെങ്കിൽ അതിനെ ഉണക്കി പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ളൊരു എന്തായാലും മൈലാഞ്ചി പൗഡർ എടുക്കുക. കൂട്ടത്തിൽ വേണമെങ്കിൽ നെല്ലിക്ക പൗഡർ എടുക്കുക. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ നെല്ലിക്ക പൗഡർ എടുത്തിട്ടില്ല. നിങ്ങൾക്കത് കിട്ടുമെങ്കിൽ നിങ്ങൾ അതും കൂടി ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തേയിലയാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഇടുമ്പോഴത്തെ കട്ടനല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിൽ, എനിക്കിപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് നമുക്ക് മതിയാവും ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4 ടീസ്പൂണോളം തേയിലപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനെ വെട്ടി തിളപ്പിച്ച് അര ഗ്ലാസ് ആകുന്നത് വരെ നമ്മളതിനെ കുറുക്കിയെടുക്കണം. എടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഊറ്റിയെടുത്ത് തണുപ്പിച്ചതിന് ശേഷം, നല്ല ചൂടോടെ അത് ഉപയോഗിക്കരുത്, തണുത്തതിന് ശേഷം നമ്മളിത് കുഴച്ച് ഇതിലായിട്ട് വീഴ്ത്തി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 13 മണിക്കൂർ നമ്മൾ അടച്ച് വെച്ചേക്കുക. 13 മണിക്കൂർ കഴിയുമ്പം നമ്മൾ നാളെ രാവിലെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയെ നമ്മളിതെല്ലാം ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ രാവിലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിത് ചെയ്ത് വെച്ചാൽ ഒരു 13 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റോ മുട്ടയുടെ വെള്ളയോ ഒക്കെ ഇതിൽ കൂടി ചേർക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല എങ്കിൽ തൈര് വേണമെങ്കിലും ചേർക്കാം. അതുകൊണ്ട് നമ്മൾ തലേദിവസം കുഴച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലൂസായി പോകരുത്. കാരണം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇതൊക്കെ ചേർക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ അത്രയും ലൂസാവാൻ പാടില്ല. ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു 3 മണിക്കൂർ പിറ്റേന്ന് രാവിലെ എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഒരു 3 മണിക്കൂർ നമ്മൾ തലയിൽ ഇട്ടതിന് ശേഷം നമ്മുടെ കഴുകിക്കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. എന്നിട്ട് നീലാംബരി പൗഡർ, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നീലാംബരി പൗഡർ എടുക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിനെ ചാലിച്ച് ഒരു അരമണിക്കൂറോളം, നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറോളം തല ഇട്ടിട്ട് നമുക്കത് കഴുകി കളയാം. അപ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് ഇതിൻ്റെ കിട്ടും. അപ്പോൾ നീലാംബരി പൗഡർ ഞാൻ എടുത്തിട്ട് കുഴച്ചിട്ടൊന്നുമില്ല. കാരണം ഇത് വേസ്റ്റായി പോവില്ല. ഞാനിത് ഇപ്പോൾ ഇന്നിന് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ നമ്മുടെ മൈലാഞ്ചി പൗഡർ തേച്ച ഉടനെ തന്നെ അത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണ കറുപ്പ് കിട്ടില്ല. അതും കൂടി പറയാം. ഈ നീലാംബരി കൂടി തേച്ചാൽ മാത്രമേ കിട്ടുള്ളൂ.